പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് കനത്ത പ്രഹരം നൽകിക്കൊണ്ട് യുവനേതാവും പാർട്ടിയുടെ ന്യൂനപക്ഷ മുഖവുമായ പ്രതികുർ റഹ്മാൻ CPIM-ൽ നിന്ന് രാജിവെച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗമായ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ബംഗാളിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു രാജി എന്നതിലുപരി വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. യുവജനതയ്ക്കിടയിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും വലിയ സ്വാധീനമുള്ള നേതാവായിരുന്നു പ്രതികുർ. അദ്ദേഹത്തിന്റെ രാജിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ ബംഗാൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങളോടുള്ള വിയോജിപ്പാണ് ഈ കടുത്ത തീരുമാനത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക സൂചന. തന്റെ രാജിയെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദമായി പ്രതികരിക്കാൻ പ്രതികുർ റഹ്മാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട്. അത് പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന നിലപാടിലാണ് അദ്ദേഹം. എങ്കിലും പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും അവഗണനയുമാണ് അദ്ദേഹത്തെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് അനുയായികൾ വിശ്വസിക്കുന്നു. അതേസമയം പ്രതികുർ റഹ്മാൻ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. CPIM കേന്ദ്രങ്ങളിലെ ചില നേതാക്കളും ഇത്തരമൊരു സാധ്യത തള്ളിക്കളയുന്നില്ല. ബംഗാളിൽ തൃണമൂലിനെതിരെ ശക്തമായ പോരാട്ടം നയിക്കുന്ന യുവ നേതാക്കളിൽ ഒരാൾ അതേ പാർട്ടിയിലേക്ക് പോകുന്നത് CPIM-ന് വലിയ തിരിച്ചടിയാകും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ ചില രാഷ്ട്രീയ നീക്കങ്ങളാണ് പ്രതികുറിനെ ചൊടിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഹുമയൂൺ ഖബീറുമായി മുഹമ്മദ് സലീം ചർച്ചകൾ നടത്തിയത് പ്രതികുർ റഹ്മാന് സ്വീകാര്യമായിരുന്നില്ല. വർഗീയ ചുവയുള്ള പരാമർശങ്ങൾ നടത്തിയ വ്യക്തിയുമായി പാർട്ടി കൈകോർക്കുന്നതിനെ അദ്ദേഹം നേരത്തെ പരസ്യമായി എതിർത്തിരുന്നു. സൗത്ത് 24 പർഗാന ജില്ലയിൽ നിന്നുള്ള നേതാവായ പ്രതികുർ റഹ്മാൻ SFIയിലൂടെയാണ് രാഷ്ട്രീയത്തിൽ വളർന്നു വന്നത്. വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ മികച്ച പ്രവർത്തനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. ബംഗാളിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കരുത്തു പകരാൻ അദ്ദേഹത്തിന്റെ സംഘാടന മികവ് ഏറെ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് അഭിഷേക് ബാനർജിക്കെതിരെയാണ് പ്രതികൂർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. കടുത്ത പോരാട്ടം നടന്ന ആ മണ്ഡലത്തിൽ പാർട്ടിയുടെ യുവമുഖമായി പ്രതികൂർ തിളങ്ങിയിരുന്നു. ഇത് അദ്ദേഹത്തിന് സംസ്ഥാന വ്യാപകമായ ശ്രദ്ധ നേടിക്കൊടുത്തു. SFIയിൽ നിന്ന് പാർട്ടി പ്രവർത്തനത്തിലേക്ക് എത്തിയ പ്രതികൂറിനെ പിന്നീട് കർഷക സംഘടനയായ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ചുമതലയിലേക്കാണ് പാർട്ടി നിയോഗിച്ചത്. എന്നാൽ സംസ്ഥാന തലത്തിൽ വലിയ സ്വാധീനമുള്ള തന്നെ മനഃപൂർവ്വം ജില്ലാ തലത്തിലേക്ക് ഒതുക്കാൻ ചില നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെന്ന പരാതി പ്രതികൂറിനുണ്ടായിരുന്നു. കഴിഞ്ഞ ജില്ലാ സമ്മേളനം മുതൽക്കേ പാർട്ടി നേതൃത്വവുമായി പ്രതികുർ റഹ്മാന് രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഒരു മുതിർന്ന CPIM നേതാവ് ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രകാരം ജില്ലാ കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ തുടങ്ങിയത്. അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്തതിൽ അദ്ദേഹം അതൃപ്തനായിരുന്നു. പുതുതായി രൂപീകരിച്ച ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പ്രതികുർ റഹ്മാനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന മറ്റ് ചില നേതാക്കളും നേരത്തെയും രാജിവെച്ചിരുന്നു. അന്ന് സംസ്ഥാന കമ്മിറ്റി നേരിട്ട് ഇടപെട്ടാണ് ആ രാജി പിൻവലിപ്പിച്ചത്. എന്നാൽ പിന്നീട് നടന്ന സംഭവവികാസങ്ങൾ പഴയ മുറിവുകളെ കൂടുതൽ ആഴമുള്ളതാക്കുകയാണ് ചെയ്തത്. ബംഗാളിലെ പാർട്ടിയെ സംബന്ധിച്ച് ഓരോ സഖാവിന്റെയും കൊഴിഞ്ഞുപോക്ക് വലിയ നഷ്ടമാണെന്നാണ് മുതിർന്ന നേതാക്കൾ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് യുവ നേതാക്കൾ പാർട്ടി വിടുന്നത് കേഡർമാർക്കിടയിൽ വലിയ നിരാശയുണ്ടാക്കുന്നുണ്ട്. മുഹമ്മദ് സലീം, മീനാക്ഷി മുഖർജി എന്നിവരുടെ നേതൃത്വത്തിൽ പാർട്ടി തിരിച്ചുവരവിന് ശ്രമിക്കുന്നതിനിടെയാണ് ഈ തിരിച്ചടി. പാർട്ടിക്ക് വേണ്ടി പോരാടിയ ഓരോ സഖാവും ഞങ്ങൾക്ക് പ്രധാനമാണ്. പ്രതികുർ റഹ്മാൻ അത്തരത്തിലൊരാളാണ്. അദ്ദേഹത്തിന്റെ രാജിയെക്കുറിച്ച് നേതൃത്വം പഠിക്കുമെന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മീനാക്ഷി മുഖർജി പ്രതികരിച്ചത്. ഒരു സഹപ്രവർത്തകന്റെ വിടവാങ്ങൽ വ്യക്തിപരമായ നഷ്ടം കൂടിയാണെന്ന് അവർ സൂചിപ്പിച്ചു. സൗത്ത് 24 പർഗാന ജില്ലയിൽ CPIM-ന് അടിത്തറയുള്ള സ്ഥലങ്ങളിൽ പ്രതികൂറിനുള്ള സ്വാധീനം ചെറുതല്ല. അദ്ദേഹം പാർട്ടി വിടുന്നത് ഈ മേഖലയിലെ വോട്ട് ബാങ്കിലും സംഘടനാ സംവിധാനത്തിലും വലിയ വിള്ളൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. തൃണമൂൽ ഈ അവസരം പരമാവധി മുതലെടുക്കുമെന്ന് ഉറപ്പാണ്. ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ പ്രതികുർ റഹ്മാൻ വലിയ പങ്ക് വഹിച്ചിരുന്നു. പാർട്ടിയുടെ മതേതര നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. അത്തരമൊരു നേതാവ് പുറത്തു പോകുന്നത് ബംഗാളിലെ ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് കനത്ത വെല്ലുവിളിയാണ്. ബംഗാൾ CPIM-ൽ നിലനിൽക്കുന്ന തലമുറ മാറ്റത്തെക്കുറിച്ചുള്ള തർക്കങ്ങളും ഈ രാജിയിലൂടെ പുറത്തു വരുന്നു. പഴയ നേതാക്കളും യുവ നേതാക്കളും തമ്മിലുള്ള ഏകോപനമില്ലായ്മ പലയിടത്തും പാർട്ടിയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടെന്ന വിമർശനം ശരിവെക്കുന്നതാണ് പ്രതികൂറിന്റെ പുറത്തുപോക്ക്. വരും ദിവസങ്ങളിൽ പ്രതികുർ റഹ്മാൻ തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം തൃണമൂലിൽ ചേരുകയാണെങ്കിൽ അത് മമതാ ബാനർജിക്ക് പശ്ചിമ ബംഗാളിൽ കൂടുതൽ കരുത്ത് പകരും. ഒപ്പം ഡയമണ്ട് ഹാർബർ പോലുള്ള മണ്ഡലങ്ങളിൽ തൃണമൂലിന് കൂടുതൽ ആധിപത്യം ലഭിക്കുകയും ചെയ്യും.